LGBTQ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അങ്ങേയറ്റം വിദ്വേഷവും വിവരമില്ലായ്മയും അശാസ്ത്രീയതയും പ്രചരിപ്പിച്ച രണ്ട് ആൾക്കാര്, ഒരു പാസ്റ്ററും മറ്റൊരാൾ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തിയുമാണ്. അവരെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വീഡിയോ കഴിഞ്ഞ മാസത്തിന്റെ അവസാന ആഴ്ചയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സ്റ്റേജാന്തരം പോയി മോട്ടിവേഷൻ കൊടുക്കുന്ന നമ്മുടെ മോട്ടിവേറ്റർക്ക് ഇതങ്ങോട്ട് സഹിച്ചില്ല. പുള്ളിക്ക് ക്രിറ്റിസിസം വന്നപ്പോഴത്തേന് താങ്ങാൻ പറ്റിയില്ല. ഈ പുള്ളിയാണ് മോട്ടിവേഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ചെയ്തിരുന്നു. ഞാൻ അന്നേരം ഈ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെ കുറിച്ച് സംസാരിക്കാഞ്ഞത് ഞാൻ അതിനൊരു കൗണ്ടർ റിവ്യൂ കൊടുക്കുകയും അതിന്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ്. ഇപ്പോഴെന്തായാലും ആ ഒരു കൗണ്ടർ റിവ്യൂ കഴിഞ്ഞു. അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് റിമൂവ് ചെയ്തിട്ട് അവരത് തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും. ബെൻ സിക് മിറിണ്ട എന്നാണ് പുള്ളിക്കാരന്റെ പേര്. പേരിനോട് 100% നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് പുള്ളി സ്റ്റേജുകളിൽ പോയി പ്രസംഗിക്കുന്നത്. കാരണം അത് കേട്ട് കഴിയുമ്പോൾ ആർക്കായാലും തോന്നും ഈസ് ഹി റിയലി നോർമൽ എന്ന് തോന്നിപ്പോവും. അപ്പോൾ ബെൻസിക് മിറിണ്ടയോട് നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ്: നിങ്ങൾ ഇത്തരം അശാസ്ത്രീയമായ വിവരദോഷവും അതിനോടൊപ്പം തന്നെ ഇത്രയും വിദ്വേഷം നിറഞ്ഞ കാര്യങ്ങളും സമൂഹത്തിൽ ഓൾറെഡി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിനെതിരെ പബ്ലിക്കായി വന്നിട്ട് പറയുമ്പോൾ നിങ്ങൾ ഒരു വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്ന് ആ ഒരു മുറിക്കാതിരുന്ന് സംസാരിക്കുന്നതല്ല. നിങ്ങളൊരു വലിയ ഗ്രൂപ്പ് അതും യുവജനങ്ങളോടാണ് ആ ഒരു സ്റ്റേജിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ ഒരു നാണവുമില്ലാതെ പബ്ലിക്കിലായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിനെതിരെ ഒരു ക്രിറ്റിസിസം വരുമ്പോൾ അത് സഹിക്കാൻ വയ്യാതെ യൂട്യൂബിൻ്റെ അടുക്കെ പോയി പണ്ടത്തെ LKG പിള്ളേർ കാണിക്കുന്നുണ്ട്, യൂട്യൂബേ അവൻ എന്നെ പിച്ചി എന്ന് പറഞ്ഞ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കുകയാണെങ്കിൽ അതിലും ഭേദം നിങ്ങൾ ഈ പണി ചെയ്യാതിരിക്കുന്നതാണ്. ഒന്നെങ്കിൽ ശാസ്ത്രീയമായ ആനക്കാര്യം എന്ന രീതിയിൽ ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിർത്തുക, ഇല്ലെങ്കിൽ ഈ പറയുന്ന വിവരദോഷം അതേപോലെ റെക്കോർഡ് ചെയ്ത് ഓൺലൈനിൽ ഇതേപോലെ പബ്ലിക്കിലായിട്ട് ഇടുന്നത് നിർത്തുക. കാരണം നിങ്ങൾക്ക് തോന്നിയ പോലെ ഏതൊരു സമൂഹത്തിനെയും ഏതൊരു വ്യക്തിയെയും അടച്ചാക്ഷേപിക്കാനും അവരുടെ അവകാശങ്ങളെ നിഷേധിക്കാനും നിങ്ങൾക്ക് യാതൊരുവിധ അവകാശവും ഇല്ല. അങ്ങനെ ചെയ്യാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ കൃത്യമായിട്ടുള്ള ക്രിറ്റിസിസം വന്നുകൊണ്ട് തന്നെ ഇരിക്കും. സ്റ്റേജുകളിൽ കയറി ഇങ്ങനെ വലിയവായിൽ ബെഡായി അടിക്കാൻ ആരെ കൊണ്ടും പറ്റും. പക്ഷെ പറയുന്ന കാര്യങ്ങൾ വസ്തുതയാണോ, വസ്തുതാപരമല്ലെങ്കിൽ അതാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങളിവിടെ സംസാരിച്ച പോലെ തന്നെ നിങ്ങൾ എന്താണ് പറഞ്ഞത്, അതിലെ വിവരമില്ലായ്മ എന്താണ്, അത് എന്തുകൊണ്ട് വിവരമില്ലായ്മയാണെന്ന് വളരെ വ്യക്തമായിട്ടുമാണ് ഞങ്ങളിവിടെ സംസാരിച്ചിട്ടുള്ളത്. ആ വീഡിയോ ഇതിന്റെ ശേഷം ആഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഞങ്ങളൊരു ക്രിറ്റിസിസം നടത്തുമ്പോൾ ഞങ്ങൾ സംസാരിച്ചത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോയിന്റ് ടു പോയിന്റ് അതിനെ അഡ്രസ്സ് ചെയ്ത് തിരിച്ച് സംസാരിക്കുക. അല്ലാതെ ഈ LKG പിള്ളേരെ പോലെ നുള്ളി പിച്ചി എന്ന് പറഞ്ഞ് യൂട്യൂബിൻ്റെ അടുക്കലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വലിയ മോട്ടിവേഷൻ കൊടുക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ മോട്ടിവേഷൻ കൊടുക്കാനും കൗൺസിലിംഗ് കൊടുക്കാനുമുള്ള എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങൾ പറയാതെ തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തികളിലൂടെ നിങ്ങളുടെ ഓഡിയൻസിന് കൺവേ ചെയ്യുന്നത് എൻ്റെ ആശയത്തിന് വലിയ ഉറപ്പൊന്നുമില്ല, ഞാനിങ്ങനെ എൻ്റെ വായി തോന്നുന്ന 4 വർത്താനം പറയും, പക്ഷെ അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മുട്ടിടിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇനിയും ആ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ച വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കുക, എന്തിനാണ് ഈ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചിരിക്കുന്നത്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആണ് എന്ന് അവകാശപ്പെടാം, പക്ഷെ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയണം ഇതിൽ എന്ത് ഇന്റലക്ച്വൽ തിങ് ആണ് പുള്ളി ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന്. ക്ലെപ്റ്റോമാനിയും ക്വിയറിനെയും കമ്പയർ ചെയ്യുക, ഒന്ന് കൺസെന്റ് ഇല്ലാതെ ഒരാളുടെ സാധനം മോഷ്ടിക്കുക, ഒരാളെ കൊല്ലുക, ഒരാളെ വേദനിപ്പിക്കുക, അതുപോലെ ആണോ രണ്ടുപേര് സ്നേഹിക്കുന്നത്? പ്രണയത്തെ ചാണകക്കുഴിയിൽ വീഴുന്നതിന് തുല്യമായി പറഞ്ഞ മനുഷ്യനാണ് ഇയാളെന്ന് തോന്നുന്നു. ഹീസ് എ കൗൺസിലർ. ദ സാഡ് പാർട്ട് ഈസ് ഹീസ് എ കൗൺസിലർ കൗൺസിലിംഗ് അവർ യൂത്ത്. നമ്മളിപ്പം 2 സ്ട്രെയിറ്റ് കപ്പിൾസ് കല്യാണം കഴിക്കുമ്പോൾ ആരും പറയത്തില്ല ഇന്ന് രാത്രി ഇവർ എന്നെ എടുക്കാൻ പോവാന്നുള്ളത്. പക്ഷെ 2 ആൺപിള്ളേർ കിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് രാത്രിയിൽ അവര് എന്തോ ഒന്ന് ചെയ്യാൻ പോവാന്നുള്ളൊരു ആ ഇഗ്നോറൻസിൽ നിന്നും ആ ഇഗ്നോറൻസ് പേടിയെ ഉളവാക്കുന്നു. അറിയത്തില്ല എന്താ നടക്കുന്നതെന്ന്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് LGBTQ റിലേറ്റഡ് ആയിട്ടാണ്. LGBTQ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സൊസൈറ്റി തന്നെയാണ്. പർട്ടിക്കുലർലി അതൊരു പെന്തക്കോസ്റ്റൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പം കുറെ കൂടി എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നം എന്നൊരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. എനിവേ എനിക്ക് തോന്നുന്നു നമുക്ക് ജേക്കബിൽ നിന്ന് തന്നെ തുടങ്ങാം. ജേക്കബ്, വാട്ട് ഡു യു മീൻ ബൈ ദിസ് വീഡിയോ? ഇതുകൊണ്ട് ഈ ഒരു വീഡിയോ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ലൈവ് കൊണ്ട് വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ എബ്രഹാം ജേക്കബ്. ഞാനിതിൽ തുടങ്ങുന്നതിന് മുന്നേ ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് ഇറ്റ് വെരി ക്ലിയർ, ഞാനിവിടെ ആരെയും കുറ്റം പറയാൻ വന്നതല്ല, ആരെയും ആക്ഷേപിക്കാൻ വന്നതല്ല, ആരും ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വാദിക്കാനും അല്ല. ജസ്റ്റ് ഐ വോണ്ട് യു ടു സീ ദി അതർ സൈഡ്. സോ എൻ്റെ ഗോൾ എന്ന് വെച്ചാൽ ബേസിക്കലി ഇതിന്റെ ഗോൾ എന്ന് വെച്ചാൽ ഇത് പാസ്റ്റേഴ്സ് പെന്തിക്കോസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്. പക്ഷെ ഇത് പാസ്റ്റർമാർക്ക് വേണ്ടിയുള്ളതല്ല. സോ ഇഫ് യു ആർ എ പാസ്റ്റർ who is going to profit from his job and who wants to
എന്താ പറയുന്നത്, ബൈബിളിലെ ചില വാക്യങ്ങളെ വക്രീകരിച്ച് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ചില പാസ്റ്റർമാരുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതല്ല. ഇത് ബേസിക്കലി ഫാമിലീസിന് വേണ്ടിയുള്ളതാണ്. പെന്റിക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ സഫർ ചെയ്യുന്ന, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ സഫർ ചെയ്യുന്ന ഒരു ചെറിയ കൂട്ടം LGBTQ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ്. സോ ഇഫ് യു കം അക്രോസ് ദിസ് കൈൻഡ് ഓഫ് സെൽഫ് ഡിസ്കവറി, ഞാനൊരു ക്വിയർ പേഴ്സൺ ആണെന്ന് നിങ്ങൾ സെൽഫായിട്ട് ഡിസ്കവർ ചെയ്യുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ഒരു റിസോഴ്സ് വേണമായിരിക്കും. നിങ്ങളുടെ ഭാഷയിൽ, ഇംഗ്ലീഷിൽ ഇഷ്ടത്തിന് റിസോഴ്സ് ഉണ്ട്. ആം, ഉം, പല ഭാഷകളിലും പല പല രീതിയിലുള്ള റിസോഴ്സ് നമുക്ക് കിട്ടാറുണ്ട്. മലയാളത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ഒരു, അല്ലെങ്കിൽ പെന്റിക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു റിസോഴ്സ് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഏഹ്, ഇത് ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. സോ ദിസ് ഇസ് നോട്ട് ഫോർ ദോസ് പീപ്പിൾ. ഇത് അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയല്ല. ഇതിനു വേണ്ടി പ്രതിവാദവുമായിട്ട് വരുന്നവർക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ ബൈബിളിനെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ വെറുപ്പ് ലോകത്തിന്റെ ഇടയിൽ മറ്റുള്ളവരുടെ ഇടയിൽ പരത്താൻ ശ്രമിക്കുന്ന അവർക്ക് വേണ്ടിയുള്ളതല്ല. സോ നിങ്ങൾ ഇതിനു വേണ്ടി എന്നോട് വാദിക്കാൻ വന്നാൽ മേ ബി എൻ്റെ ഐ ഡോണ്ട് ഹാവ് മച്ച് റിസോഴ്സ്. മൈ ഗോൾ ഈസ് വെരി സിമ്പിൾ. ദിസ് ഇസ് ഫോർ ദോസ് ഫാമിലീസ്. നശിച്ചു പോകുന്ന ചില കുടുംബങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് കാരണം. ഇത് കാരണം അനുഭവിക്കുന്ന, നരകയാതന അനുഭവിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്, യൂത്ത് ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പൊ അവർക്ക് വേണ്ടിയുള്ളൊരു, ദിസ് ഇസ് ബേസിക്കലി മൈ ഗോൾ. സെക്കൻഡ് ഗോൾ ഇസ് നിങ്ങൾക്കൊരു വേറൊരു വഴി കാണിച്ചു തരാൻ. ഈ ബൈബിളിനെ വേറൊരു രീതിയിലും ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഇത് ആരുടെയും കുത്തകയല്ല. പുൽപ്പറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന പാസ്റ്ററിന്റെയോ തിയോളജി സെമിനാറിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മാത്രം കുത്തകയല്ല, സാധാരണക്കാരന്റെ പുസ്തകം. ലൂത്തർ കണ്ട ഒരു സ്വപ്നം ഉണ്ടല്ലോ, മാർട്ടിൻ ലൂത്തർ. ആം, അയാളുടെ രാജ്യത്ത് തന്നെ ഇരുന്നുകൊണ്ടാണ് ഞാനും ആ സ്വപ്നം കാണുന്നത്. സോ ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻ. ഇതിനു വേണ്ടി ഒരു എന്താ പറയുന്നത്, ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഈ ബൈബിളിന്റെ വേഴ്സസ് എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഓൺലി മൈ ബേസിക് ഗോൾ വിത്ത് ദിസ്, അരുൺ. എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്ററും മറ്റൊരു ബ്രദേൺ ആളാണ്. പക്ഷേ പുള്ളി ആ സംസാരിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് PYPA, പെന്തക്കോസ്റ്റൽ യൂത്തിൻ്റെ സ്റ്റേജിലാണ് പുള്ളി കാര്യം പ്രസംഗിക്കുന്നത്. സോ അത് കണ്ടു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ആവും. ഇന്ന് ഈ LGBTQ എന്നൊക്കെ പറഞ്ഞ് കുറെ സംഭവങ്ങളുണ്ട്, നിങ്ങൾക്ക് എല്ലാവരും അറിയാം. അതും ഈ പറഞ്ഞതുപോലെ തോന്നലുകളുടെ അടിസ്ഥാനത്തിലാണ്. അവന് തോന്നുന്നു, അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തോട്ടെ. ഇതിവന്റെ ഹോർമോണിന്റെ പ്രശ്നമാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്തോട്ടെ. ഹോർമോണിന്റെ പ്രശ്നത്തിനനുസരിച്ചല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്. ഒരാണിന് ഒരു പെണ്ണ് മാത്രം, അതായത് ഒരു പുരുഷന് ഒരു സ്ത്രീ മാത്രം, അതാണ് തത്വം. അതാണ് ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൽ നിന്നും ഈ സംവിധാനം നിലനിൽക്കുവാൻ ദൈവം തന്നിരിക്കുന്നത്. അത് അവരുടെ ഹോർമോൺ അങ്ങനെയായതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? പലരും ഇതാ ചോദിക്കുന്നത്. ഈ ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞൊരു മാനസിക പ്രശ്നമുണ്ട്. അറിയാമെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ച് കേട്ടണം. ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞാൽ അറിയാമോ? അത് നമുക്ക് അറിയാം. വെരി ഗുഡ്, ഷീ ഈസ് വെരി ബ്രൈറ്റ്. ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു സ്വഭാവം, മാനസാന്തരപ്പെട്ടതിന് ശേഷം മാറിയത്. എന്താണെന്നറിയാമോ? നല്ല എന്തെങ്കിലും സാധനങ്ങൾ കണ്ട അടിച്ചു മാറ്റി പോക്കറ്റിൽ വെക്കുക. ക്ലെപ്റ്റോമാനിയ, അടിച്ചു മാറ്റൽ. അപ്പോൾ ഒരുത്തന് ഈ ക്ലെപ്റ്റോമാനിയയുടെ ഈ ഹോർമോൺ പ്രശ്നം ഉണ്ടെന്ന് ചിന്തിക്കും. നമ്മളെന്തോ പറയും? അതവന്റെ ഹോർമോൺ പ്രശ്നമല്ലേ, അടിച്ചു മാറ്റിക്കോട്ടെ. ഇനി വേറെ ചിലർ സീരിയൽ കില്ലേഴ്സ് ഉണ്ട്. സീരിയൽ കില്ലേഴ്സ്, അവരുടെ പ്രശ്നം എന്നുള്ളത് ഉറങ്ങിക്കിടക്കുന്നവന് മറ്റേ ചുറ്റികയും കൊണ്ടുപോയി ഉറങ്ങിക്കിടക്കുന്നവന്റെ തലയിൽ ഒറ്റയടി, അടുത്തവന്റെ തലയിൽ ഒറ്റയടി. ഉടനെ നമ്മൾ പറയാണ്, അയ്യോ അതവരുടെ ഹോർമോൺ പ്രശ്നമല്ലേ, അനുവദിച്ചോളൂ. ഇതാണ് ലോകം പറയുന്നത്. ഇത് ഹോർമോൺ പ്രശ്നമാണെങ്കിൽ ചികിത്സിക്കണം ആണ് പക്ഷേ, ചികിത്സിക്കണം. ഇത് നമ്മൾ യൗവനക്കാർ കലാലയങ്ങളിൽ പോകുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കൂടെ ആക്കാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം ഹോർമോണൽ പ്രശ്നമാണ്, അവരങ്ങ് മാറ്റിക്കളയരുത്. നമ്മളവരെ മാറ്റാനല്ല പറയുന്നത്, എടാ ചികിത്സയ്ക്ക് പോന്നീ, സമൂഹത്തിന് തലവേദന ഉണ്ടാക്കാതെ. ഇവിടെ പുള്ളി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോൾസ് ഇക്വാലൻസ് ഫാലസി എന്നാണ് അതിനെ പറയുന്നത്. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഈ വെള്ളം കലക്കി മീൻ പിടിക്കുക എന്ന് പറയുമല്ലോ, മൊത്തം നമ്മളെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഈ സാധനം എല്ലാം സെയിം ആണെന്ന് പറഞ്ഞ് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് LGBTQ എന്ന് പറയുന്നത് ഒരു സെക്ഷുവൽ ഓറിയൻറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റിയാണ്. ക്ലെപ്റ്റോമേനിയ എന്ന് പറയുന്നത് ഒരു ഇമ്പൾസീവ് കൺട്രോൾ ഡിസോർഡർ ആണ്. പിന്നെ സീരിയൽ കില്ലിംഗ് എന്ന് പറയുന്നത് ഒരു വയലന്റ് ക്രിമിനൽ ബിഹേവിയർ ആണ്. ഇനി ഇത്രയും നോക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ LGBTQ, അല്ലെങ്കിൽ ഒരാൾ ഗേ ആവുകയാണെങ്കിൽ, ഒരാൾ ലെസ്ബിയൻ ആവുകയാണെങ്കിൽ, ഒരാൾ ട്രാൻസ്ജെൻഡർ ആവുകയാണെങ്കിൽ മറ്റൊരു മനുഷ്യന് അയാൾ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. ക്ലെപ്റ്റോമേനിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വസ്തുവോ സാധനമോ കാര്യങ്ങളോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടം വരുന്നുണ്ട്, അത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടാണ് ആ ഒരു സാധനം കിട്ടുന്നത്, അതൊരാൾ കട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് സീരിയൽ കില്ലിംഗ്, ഒരു വ്യക്തിയെ കൊല്ലുകയാണ്, അതൊരു ക്രിമിനൽ ബിഹേവിയർ ആണ്. ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടൊരു നടപടിയല്ല. മറ്റൊരാളെ
കൃത്യമായി നേരിട്ട് ബാധിക്കുന്നതാണ്. പക്ഷെ LGBTQ എന്ന് പറയുന്ന ഒരു കാര്യം ഈ കാറ്റഗറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏത് തരത്തിലാണ് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നതേ ഇല്ല. സോ ഇതാണ് ബേസിക്കലി എനിക്ക് ഇതിൽ ഒന്ന് പറയാനായിട്ടുള്ളത്. ഫർദർ ജേക്കബിന് എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എവിടെ തുടങ്ങണം, എവിടെ ഇത് തീർക്കണം. ഇദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പേ കണ്ടിട്ടുണ്ട്. വേറെ എന്തോ ഒരു രീതിയിൽ പ്രണയിച്ച് പ്രണയത്തെ ചാണകക്കുഴിയിൽ വീഴുന്നതിന് തുല്യമായി പറഞ്ഞ മനുഷ്യനാണ് ഇയാൾ എന്ന് തോന്നുന്നു. ഹീസ് എ കൗൺസിലർ. ദ സാഡ് പാർട്ട് ഈസ് ഹീസ് എ കൗൺസിലർ കൗൺസിലിംഗ് അവർ യൂത്ത്. നിങ്ങൾ എന്നെ കേൾക്കുന്ന ആൾക്കാർ, നിങ്ങളൊരു കാര്യം ഓർക്കണം. പ്രണയിക്കുന്നതിനെ ചാണകക്കുഴിയിൽ വീഴുന്നതിന് സമമായിട്ട് പറയുന്ന ആള് LGBTQവിനെ കുറിച്ച് ഇത് പറഞ്ഞതിൽ എനിക്ക് ഒരു അതിശയവും. ദിസ് ഇസ് കോമൺ ടോക്ക്, നമ്മുടെ ഇടയിലുള്ള സാധാരണ ടോക്കാണ്. പിന്നെ അയാൾ കുറെ കാര്യം, ഒന്ന് ഫോൾസ് എക്വലൻസി, അരുൺ ഹാസ് എക്സ്പ്ലെയിൻഡ് ഇറ്റ്. അരുൺ വളരെ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഈ എന്താ പറയുന്നത്, മാങ്ങയും തേങ്ങയും കമ്പയർ ചെയ്യുന്ന പോലെയാണ്. ദേ ആർ ടു ഡിഫറെന്റ് തിങ്സ്. ദർ ഇസ് അതിൽ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുവാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ 1 മണിക്കൂർ സംസാരിച്ച ഇത്ര രൂപ കിട്ടുമായിരിക്കും. സോ യുനോ എന്തുവേലും കണ്ടന്റ് ഫില്ല് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്ലീസ് ഡിസ്റ്റിങ്വിഷ് നിങ്ങളുടെ ഇടയിലുള്ള പാസ്റ്റർമാരെയും തിയോളജിയൻസിനെയും, നല്ല തിയോളജിയൻസിനെയും ഡിസ്റ്റിങ്വിഷ് സെപ്പറേറ്റ് ചെയ്ത് നോക്കണം. പാസ്റ്ററിന് ഈ കഥ വിറ്റ് കാശാക്കിയിട്ട് ആഗ്രഹമുള്ള ആളായിരിക്കും. ഈ കഥ വിറ്റ് നിങ്ങളെ പേടിപ്പിച്ചാൽ കാശുണ്ടാവും. ഒരു നല്ല തിയോളജിയനോട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ വാക്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇയാൾ പറയുന്നതിന് അർത്ഥമുണ്ടോ, ബൈബിളിൽ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടോ? കാരണം ഞാൻ വായിച്ച ബൈബിളിൽ യാക്കോബ് താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ കിട്ടാൻ വേണ്ടി 14 വർഷം ആട് മേയിച്ചെന്നാണ്. 14 വർഷം. അപ്പൊ അങ്ങനെ പ്രണയിച്ച ഒരു പിതാക്കന്മാരുടെ ഒരു പരമ്പരയിൽ നിന്നാണ് ഈ ബൈബിള് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ആള് ആ പുസ്തകം വെച്ചോണ്ട് ആൾക്കാരെ ഭയപ്പെടുത്തി, കൊച്ചു പിള്ളേർ അവരുടെ യൂത്ത് നശിപ്പിച്ച് കളഞ്ഞ്, പ്രണയിക്കേണ്ട കാലത്ത് അവരെ അതൊക്കെ പാവമെന്ന് പഠിപ്പിച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുക. സോ ഐ വുഡ് സജസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളുടെ യുക്തിക്ക് ചേരാത്ത കാര്യം കേൾക്കുമ്പോൾ, ഒന്നിൽ ബൈബിൾ നിങ്ങൾ തന്നെ വായിച്ച് അതിനെ നോക്കുക. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ഗോളും അത് തന്നെയാണല്ലോ. അത് വിൽ കം. നമ്മൾ മുന്നോട്ട് പോകും തോറും ഇതേ വീഡിയോന്റെ നമ്മൾ പറയാതെ തന്നെ ഖണ്ഡനങ്ങൾ തന്നെ വരും. സോ ഐ ഹാവ് പ്രിപ്പയർഡ് സം നോട്ട്സ്. അത് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇയാളുടെ ഈ വീഡിയോയിൽ പറയുന്ന, ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളുടെ ഖണ്ഡനം മുൻപോട്ട് തന്നെ, ഒന്ന് ഫോൾസ് ഇക്വലൻസിനോ, ദിസ് ഇസ് പിള്ളേർ പോലും, ഇന്നത്തെ യൂത്ത് പോലും, കൊച്ചു പിള്ളേർ പോലും ഇങ്ങനത്തെ കമ്പാരിസൺ നടത്തത്തില്ല. ഇറ്റ്സ് എ സാഡ് തിങ്. ഇദ്ദേഹം നമ്മുടെ എന്താ പറയുന്നത്, ഒരു കൗൺസിലർ എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാ കൗൺസിലേഴ്സ് അല്ല. നിങ്ങൾ അവരുടെ ഡിഗ്രി, അവരുടെ എന്താണ് പഠിച്ചിട്ടുള്ള ഒക്കെ നിങ്ങളൊന്ന് നോക്കണം. അത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ഡോണ്ട് It's a very sad place to be. I don't want to go into detail. ക്ലെപ്റ്റോമാനിയും ക്വിയറിനെയും കമ്പയർ ചെയ്യുക, ഒന്ന് കൺസെന്റ് ഇല്ലാതെ ഒരാളുടെ സാധനം മോഷ്ടിക്കുക, ഒരാളെ കൊല്ലുക, ഒരാളെ വേദനിപ്പിക്കുക, അതുപോലെ ആണോ രണ്ടുപേര് സ്നേഹിക്കുന്നത്? അതുപോലെയാണോ? ലൈക്ക് ദിസ് ഇസ് നോട്ട് ഈവൻ എ കമ്പാരിസൺ. പിന്നെ അയാൾ പറയുന്നുണ്ട് നിങ്ങളെ ഇവർ പിടിച്ചോണ്ട് പോകും. പണ്ട് യഹോവ സാക്ഷിക്കാരെ കുറിച്ച് ഞങ്ങളോട് കൊച്ചിയിലെ പറഞ്ഞുകൊണ്ടിരുന്നത്, അവർ നിങ്ങളെ പിടിച്ചോണ്ട് പോകും, മറ്റ് ജാതിക്കാർ നിങ്ങളെ പിടിച്ചോണ്ട് പോകും. ഇത് എത്ര നാൾ? ഇതിപ്പം ഓരോ ദിവസവും പുതിയ ഒരു ഭൂതത്തെ ഇവർ കണ്ടുപിടിക്കുകയാണ്, പേടിപ്പിക്കാനും വെറുപ്പിക്കാനും വേണ്ടി. സമൂഹത്തിന് ചേരാത്ത കാര്യമാണ്. സോ നിങ്ങളെ പിടിച്ചോണ്ട് പോയിട്ട് ആർക്ക് എന്ത് കിട്ടാനാണ്? ലൈക്ക് നിങ്ങളെ LGBTQ ആക്കി കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് എന്ത് കിട്ടാനാണ്? വാട്ട് ഈസ് ദ എൻഡ് റിസൾട്ട്? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. ഇതെന്തോ വലിയ സെക്സ് റാക്കറ്റ് പോലെ കാണിച്ച് നമ്മളെ സീരിയസ്ലി ഒരു കൊച്ചു പിള്ളേരൊക്കെ കുറച്ചുനാൾ പേടിപ്പിക്കാം. ഇതിന്റെ ദൂഷ്യവശം എന്താണെന്നറിയോ? സെക്കൻഡിന്റെ ഗോൾ. ഇതിപ്പോ ഞാൻ ഇത്ര സ്ട്രെസ് ചെയ്തതിനെ കുറിച്ച് തുടങ്ങാനുള്ള കാരണം തന്നെ, ഇതെല്ലാം കേട്ട് പ്രായപൂർത്തിയാകാത്ത പിള്ളേര് പേരൻസ് അവരെ കെട്ടിച്ചു വിടും. അപ്പൊ അവരുടെ മനസ്സിൽ എന്താ, ഇതൊക്കെ തെറ്റാന്നുള്ള രീതിയിൽ അവർ കല്യാണമൊക്കെ കഴിച്ചു. പക്ഷെ പിന്നീട് ഈ നൈസർഗികമായി ഇവരുടെ ഉള്ളിലുള്ള കാര്യം അതവരെ വിട്ടുപോകാൻ പോകുന്നില്ല. ഇങ്ങനത്തെ ഒരു കൗൺസിലറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അയാളെ കുറച്ചു നാളത്തേക്കിന് നമുക്ക് അവിടെ ഇവിടെ തെറ്റിപ്പിച്ച് നടത്തി അയാളെ കല്യാണം കഴിപ്പിച്ചു വിടും. അത് കഴിഞ്ഞ് ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ പേഴ്സണലി എൻ്റെ ഫാമിലിയിൽ അനുഭവിച്ച ഒരാളാണ് ഞാൻ. അത് മറ്റൊരാൾക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് ഇങ്ങനത്തെ ക്യൂർ കമ്മ്യൂണിറ്റിയിൽ ഉള്ളത് കൊണ്ട് എനിക്ക് വളരെയധികം ആൾക്കാരെ അറിയാം. ഐ വിൽ ഗിവ് യു എ സിമ്പിൾ എക്സാമ്പിൾ. നമ്മുടെ നാട്ടിൽ ഗൾഫിൽ പോകുന്ന അനേകം ആൾക്കാരുണ്ട്. ദർ ഇസ് എ ടേം, ഗൾഫ് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. കാരണം നാട്ടിൽ വന്ന് കല്യാണം കഴിച്ച് 1 മാസം വൈഫിന്റെ കൂടെ നിൽക്കുക, 11 മാസം ബോയ് ഫ്രണ്ടിന്റെ കൂടെ. റൂംമേറ്റ് ആണ്, പറയുമ്പോൾ റൂംമേറ്റ് ആണ്, പക്ഷെ അവരവിടെ താമസിക്കുന്ന എങ്ങനെയാണെന്ന് ആർക്കും അറിയത്തില്ല.
ഇങ്ങനത്തെ കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോയി ഒരാളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് ഇത് ബാബാ ദോഷമാന്നൊക്കെ പറഞ്ഞ് അയാളെ കല്യാണം കഴിപ്പിച്ചു വിടും. കാരണം 10-24 വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു, പാകതയായിട്ടില്ല, അയാൾക്ക് അറിയത്തില്ല, ആ കുട്ടിക്ക് അറിയത്തില്ലായിരിക്കും, പെൺകുട്ടിക്ക് അറിയത്തില്ലായിരിക്കും, കല്യാണം കഴിപ്പിച്ചു വിടും ദൈവം സൗഖ്യമാക്കിയെന്ന് പറഞ്ഞിട്ട്. ഇയാൾ അവിടുന്ന് മാറിയിട്ട് പെണ്ണിന്റെ അടുത്തുനിന്ന് മാറി കുറച്ച് നാൾ നിൽക്കാൻ തുടങ്ങും. ഗൾഫിൽ ഇത് വളരെ കോമൺ. ഗൾഫിൽ നിന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യമാണ്. ഗൾഫിൽ മലയാളികളുടെ ഇടയിൽ, ഗൾഫ് പെന്തിക്കോസ്താരുടെ ഇടയിൽ അവരവിടെ പോയിട്ട് സുഖമായിട്ട് ബോയ് ഫ്രണ്ട് കൂടെ താമസിക്കുകയാണ്. മാസത്തിൽ ഒരിക്കൽ ഇവിടെ വരുമ്പോൾ അഭിനയിക്കുക. അതിന്റെ ഇടയ്ക്കും ഈ മാസത്തിൽ ഒരിക്കൽ വരുമ്പോൾ ബോയ്സ് ടൂർ എന്ന് പറഞ്ഞ് ഇവൻ ആരോട് കൂടെ പോകും. കാരണം അവിടെ ബോയ്സ് ട്രിപ്പ് മാത്രമേ ഉള്ളൂ. ബോയ്സിന് ആരാരും ചോദിക്കത്തില്ല. അല്ലെങ്കിൽ 4-5 പേരായിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരാൾ അയാളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് ഈ 4 പേർക്കും അറിയാം. ആൻഡ് ദേ ആർ ഫൈൻ വിത്ത് ഇറ്റ്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ജീവിതമാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വേണ്ടത്. കാരണം ഇങ്ങനത്തെ കൗൺസിലിംഗ്, ഇങ്ങനത്തെ തെറ്റായ കൗൺസിലിംഗ്, ഇങ്ങനത്തെ ഫോൾസ് ഇക്വിവാലൻസി കാണിച്ചിട്ട് കെട്ടിച്ചു വിടുന്ന പല കല്യാണങ്ങളും ചെന്ന് ചേരുന്നത് കുടുംബങ്ങളുടെ നാശങ്ങളിലേക്കാണ്. സോ ഡു യു വോണ്ട് ദാറ്റ്? ഞാൻ അധികം ഡീറ്റെയിൽ ഇപ്പം പോകുന്നില്ല, നമ്മൾ ക്വസ്റ്റ്യൻസിലും ഒക്കെ വരുമ്പം. അപ്പം ആദ്യം മുതൽ അവസാനം വരെ വീഡിയോയിൽ ജസ്റ്റ് അൺസയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദ വേ ഈവൻ ഹി സേസ് LGBTQ ഒന്ന് കളിയാക്കുന്ന രീതിയിൽ പറയുന്നത്. നമുക്ക് പാസ്റ്റർമാരുടെ സ്വഭാവം അറിയാലോ, കുത്തുപ്രസംഗങ്ങൾ എല്ലാ ഞായറാഴ്ച കേട്ട് 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 ശീലമുള്ള ആളാണ് ഞാൻ. അപ്പം ദ വേ ഹീസ് പ്രസന്റിങ് ഇറ്റ് ഇൻ ഇറ്റ് സെൽഫ് ഇസ് വെരി പ്രോബ്ലമാറ്റിക്. പിന്നെ അതിൽ നമുക്ക് പിടിച്ച് കയറാൻ പറ്റത്തില്ല. ബട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞത് തെറ്റാണ്. ബാക്കി നമ്മൾ മുന്നോട്ട് വീഡിയോയിൽ പോകുമ്പോൾ ഐ എക്സ്പ്ലെയിൻ ഇറ്റ് വൈ ദിസ് ഇസ് റോങ്, ഹൗ ദിസ് കൻ ഡിസ്ട്രോയ് യുവർ ലൈഫ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുപോലെ ഗൾഫ് ബോയ് ഫ്രണ്ട് ഉള്ള പോലെ അനേകർ അങ്ങനത്തെ കുടുംബങ്ങളുണ്ട്. ലാവെൻഡർ മാരേജിൽ പോയി ചേരുന്നവരുണ്ട്. അത് പിന്നെ കൺസെന്റുമായിട്ടുള്ളതാണ്. വി വിൽ കം ടു ഓൾ ഓഫ് ദാറ്റ് ഫർദർ. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ദിസ് ഇസ് റോങ് വാട്ട് എവർ ഹി ഹാസ് സെഡ്. അടുത്ത ആ ഒരു വീഡിയോ കൂടെ ഒന്ന് ഷോക്കേസ് ചെയ്യാം. അതിൽ ഈ ഒരു വിഭാഗത്തിന് എന്തുകൊണ്ട് ഇതിൽ ഇത്ര പ്രശ്നം ഉണ്ടാകുന്നു എന്ന് വളരെ കൃത്യമായിട്ട് അതിനകത്തുനിന്ന് മനസ്സിലാകും. ദ ലെവൽ ഓഫ് ഹെയ്റ്റ് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് കേൾക്കാം. ന്യൂ ഓർലിയൻസ്, ശ്രദ്ധിച്ച് കേൾക്കണം. ന്യൂ ഓർലിയൻസ്, എന്റെ ഒരു സ്നേഹിതൻ സംഭവം നടക്കുന്നതിന് മുൻപ് ആ മേഖലയിൽ ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ട് എത്തി. പക്ഷേ ആ സ്ഥലത്ത് ഒരു റൂം പോലും കിട്ടാത്തതുപോലെ കടൽ തീരത്തെ റിസോർട്ടുകൾ മുഴുവൻ ക്ലോസ് ചെയ്തിരിക്കുക. അടുത്ത ദിവസം പൂർണ്ണ നഗ്നരായ സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി, ഗേ ലെസ്ബിയൻ മ്ലേച്ഛത പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഒരു വലിയ പ്രോഗ്രാം കടൽ തീരത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അത് നടക്കുന്നതിന്റെ തലേ രാത്രിയിൽ ആ മേഖലയിൽ ഒരു ചുഴലി കൊടുങ്കാറ്റുകൊണ്ട് ആ മണ്ണിനോട് ദൈവം കണക്ക് തീർത്ത് ആയിരക്കണക്കിന് വെള്ളക്കാരുടെ ശവശരീരങ്ങൾ കടലിൽ ഒഴുകി നടന്നത് സത്യമാണെങ്കിൽ ഈ പ്രകൃതിയെ കൊണ്ട് മനുഷ്യ സമുദായത്തോട് കണക്ക് തീർക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി മരിച്ചിട്ടില്ലെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, ഇതിന്റെ പുറകിൽ സൃഷ്ടിതാവിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കും. എന്താണ് പറയാനുള്ളത്? ലെവൽ ഓഫ് ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ എനിവേ ആ ഒരു ഹെയ്റ്റിനെ കുറിച്ച് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതിനുശേഷം US-ലായ നീലിന് പർട്ടിക്കുലർലി എന്താണ് ഈ സ്ഥലത്ത് ഇങ്ങനത്തെ സംഭവം സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് ഫാക്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനത്തെ സാധനം നടന്നിട്ടുള്ളതേ അല്ല. അങ്ങനെ ഒരു ന്യൂസ് എനിക്ക് കാണാൻ പറ്റിയില്ല. ഫർദർ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഈ പുള്ളി ഈ ന്യൂ ഓർലിയൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ബീച്ച് ഒന്നുമില്ല. പിന്നെ ഞാനും ഒരു സിമ്പിൾ ഗൂഗിൾ സെർച്ച് അടിച്ച് നോക്കിയാൽ മതിയല്ലോ. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് എനിക്കും മനസ്സിലായത്. ഇത് ഐ ഫീൽ ലൈക്ക് ഈ ഹെയ്റ്റ് എന്ന് വെച്ചാലുണ്ടല്ലോ, ഇയാളുടെ സ്പെഷ്യലി ഇങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ ഹെയ്റ്റ് 1-2 കാര്യങ്ങളിൽ റൂട്ടഡ് ആണ്. ഐ ഫീൽ ദിസ് ഇസ് മൈ ഫീലിംഗ്, മൈ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഒന്ന് ഇഗ്നോറൻസിലാണ്. അയാൾ അത് കഴിഞ്ഞ് പറഞ്ഞു കേട്ടായിരുന്നു, ലെസ്ബിയൻ ഗേ മ്ലേച്ഛത, നഗ്നമായി മ്ലേച്ഛത പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒരു പലരും നമ്മളിപ്പം 2 സ്ട്രെയിറ്റ് കപ്പിൾസ് കല്യാണം കഴിക്കുമ്പോൾ ആരും പറയത്തില്ല ഇന്ന് രാത്രി ഇവർ എന്നെ എടുക്കാൻ പോവാന്നുള്ളത്. പക്ഷെ 2 ആമ്പിള്ളേർ കിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് രാത്രിയിൽ അവര് എന്തോ ഒന്ന് ചെയ്യാൻ പോവാന്നുള്ളൊരു ആ ഇഗ്നോറൻസിൽ നിന്നും, ആ ഇഗ്നോറൻസ് പേടിയെ ഉളവാക്കുന്നു. അറിയത്തില്ല എന്താ നടക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഗോളും അത് തന്നെയാണ്. ഇവിടെ എന്താ നടക്കുന്നത്? ഒരു ബെഡ്റൂമിലെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ആരുമല്ല. പലരുടെ ബെഡ്റൂമിലെ കഥ പല രീതിയിലാണ്. സോ വി ആർ നോട്ട് ഫോർ ദാറ്റ്. ബട്ട് ഈ ഇഗ്നോറൻസ് മാറ്റിയെടുക്കണമെങ്കിൽ, ഈ ഹെയ്റ്റ് മാറ്റിയെടുക്കണമെങ്കിൽ അത് ഇഗ്നോറൻസ് മാറണം. ആ ഇഗ്നോറൻസ് മാറ്റാനാണ് ഇന്ന് നമ്മുടെ ഗോൾ എന്നാണ് ഞാൻ പറയുന്നത്. ദിസ് ഇസ് വെരി കോമൺ. നമ്മൾ അറിയാത്തൊരു ഗ്രൂപ്പിനെ കുറിച്ച് ഓരോ കഥകൾ തുന്നി വിടുന്നത് വളരെ കോമൺ ആണ്. ആൻഡ് ദിസ് ഇസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, സ്പെഷ്യലി പെന്റിക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇത് വളരെ കോമൺ ആണ്. നമ്മൾ അറിയാത്ത ഗ്രൂപ്പിനെ ഒരു സമയത്ത് KP യോഹന്നാനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു, ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് ഹീസ് ഡൂയിങ്. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. KP യോഹന്നാനെ കുറിച്ച് എന്തെല്ലാം കഥ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. സോ
നമുക്കറിയാത്ത ഗ്രൂപ്പ് എല്ലാം തെറ്റാണ്, അവരെന്തോ കൂടോത്രം ചെയ്യുവാനും. ഈ ചില ഇന്ത്യൻ ചർച്ചുകളിലൊക്കെ ഇവർ സുറിയാനി സംസാരിക്കും. ഏതോ ചർച്ചിലൊക്കെ പറയാറുണ്ട് ഇവർ കൂടോത്രം ചെയ്യുവാണ്, കാരണം അവർക്ക് സുറിയാനി മനസ്സിലാകാത്തതുകൊണ്ട് ഇത് കൂടോത്രമാണെന്ന് പറയുന്നവരുണ്ട്. സോ ഐ ഫീൽ ഇതെന്റെ ഒരു ഒരു ചെറിയൊരു ഒബ്സർവേഷൻ ആണ്. ഒന്ന്, ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ ഇഗ്നറൻസ്. ദിസ് ഫിയർ ഇസ് റൂട്ടഡ് ഇൻ ഇഗ്നറൻസ്. സെക്കൻഡ്, രണ്ടാമത്, ഇങ്ങനെ LGBT എതിരെ പ്രസംഗിക്കുന്നവർക്കുണ്ടല്ലോ, അകത്ത് എവിടെയോ അല്പം ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് നടക്കാതെ പോയ ചില ആഗ്രഹങ്ങളുണ്ട്. അപ്പം അവർക്ക് കിട്ടാഞ്ഞത് വേറെ ആർക്കും കിട്ടരുതെന്ന ആഗ്രഹങ്ങൾ. കാരണം നീലിന് ഒരു പക്ഷെ അറിയായിരിക്കും, ഞാൻ US കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ എത്രയോ പാസ്റ്റർ പബ്ലിക്കലി പ്രസംഗിക്കുന്നുണ്ട് ഇങ്ങനെ സമലൈംഗികർ ചത്തുപോകുന്ന, ദൈവം പക വീട്ടുമെന്നും സോതോമിനെ പോലെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ പാസ്റ്റർമാരെ കുറച്ചുനാൾ കഴിയുമ്പം എന്താ പറയുന്നത്, പുരുഷന്മാരായിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, വേശ്യകളുണ്ട്, അവരുടെ കൂടെ ഡ്രഗ്സുമായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഇത് പ്രസംഗിക്കുന്നെന്ന് വെച്ചാൽ അവർക്ക് തന്നെ ഇത് പ്രോസസ് ചെയ്യാൻ വയ്യ, അവരുടെ തന്നെ സെക്ഷുവാലിറ്റി അവർക്ക് പ്രോസസ് ചെയ്യാൻ വയ്യ. സോ ദേ ഡു ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. ഈ രണ്ട് കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഈ പറഞ്ഞ മാന്യ അദ്ദേഹം പറഞ്ഞതിൽ. പിന്നെ നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ ആൾക്കാരാണ്, ആര് എന്ത് പറഞ്ഞാലും കരവ് ഉയർത്തി ഹല്ലേലൂയ പറയാൻ പാസ്റ്റർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഹല്ലേലൂയ പറഞ്ഞിരിക്കും. അത് പാവപ്പെട്ട വിശ്വാസികളെ ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല ഇതിനകത്ത്. ദിസ് വാസ് പാസ്റ്റേഴ്സ് ഫോൾട്ട്. താങ്ക് യു. അല്ല, അത് ജേക്കബ് പറഞ്ഞാൽ ഒരു കാര്യം ഡെഫിനറ്റ്ലി അതിനകത്ത് ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ പറഞ്ഞ പോലെ തന്നെ US പലവരെ ഇങ്ങനെ ന്യൂസിൽ വന്നിട്ടുണ്ട്. അവര് വളരെ ശക്തമായിട്ട് ഇതിനെപ്പറ്റി എതിർത്ത് പ്രസംഗിക്കും എപ്പോൾ നോക്കിയാലും. ബിക്കോസ് അവർക്ക് അവരുടെ ഉള്ളിലെ ആ സത്യാവസ്ഥ അവർക്ക് ഫേസ് ചെയ്യാൻ വയ്യ. ആൻഡ് ദേ ഹാവ് ദാറ്റ് ഇന്റേണൽ ബാറ്റിൽ, ആ സ്ട്രഗിൾ ഉണ്ട്. അപ്പോൾ അതിന്റെ അഗെയിൻസ്റ്റ് അവരങ്ങ് പ്രസംഗിക്കും അങ്ങ്. എന്നിട്ട് പിന്നെ ഒരു ദിവസം കാണാം, ന്യൂസിൽ കാണാം, ഇങ്ങനെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ കൂടെ ഡ്രഗ്സും അടിച്ച് ഇങ്ങനെ അവർ പിടിക്കപ്പെടുന്ന പല കഥകൾ. ഇതും പ്രോമിനന്റ് ഈ മെഗാ ചർച്ചസിലെ പാസ്റ്റേഴ്സും ടെലി ഇവാഞ്ചലിസ്റ്റുകളും ഇങ്ങനെയുള്ള പാർട്ടികളെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ വി ഡോണ്ട് നോ, ഇങ്ങനെ എതിർത്ത് പ്രസംഗിക്കാൻ മേ ബി ദേ ഹാവ് an inherent tendency, orientation in themselves എനിക്കും തോന്നുന്നത്. ജസ്റ്റ് ലെറ്റ് മീ ആഡ് വൺ മോർ തിങ്. ഇങ്ങനെയുള്ള ആൾക്കാർ വർഷങ്ങളോളം ഇവരുടെ സെക്ഷുവാലിറ്റിയെ സപ്രസ് ചെയ്ത് വെക്കും. അപ്പൊ ഇവർക്ക് തോന്നുന്നത് എന്താ, ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റി, ഞാൻ ദൈവത്തിന്റെ ഹിതം പോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും കഴിയും. അത് അവർ പബ്ലിക്കലി പറയുന്നില്ല, ബട്ട് ദേ പ്രീച്ച് ലൈക്ക് ദാറ്റ് ബിക്കോസ് ദേ ഫീൽ ദേ ഹാവ് ദ റൈറ്റ് ടു പ്രീച്ച് ഇറ്റ്, ബിക്കോസ് ദേ ആർ കോട്ട് അൺകോട്ട് ഹീൽഡ്. അവര് സൗഖ്യമായെന്ന് അവരെ തന്നെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ സൗഖ്യമാകാൻ ഒന്നും ഇല്ല എന്നൊക്കെ നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. ബട്ട് ജസ്റ്റ് അനദർ സൈഡ് ഓഫ് ഇറ്റ്. ഇമാജിൻ അരുണിന് ഒരു രോഗം സൗഖ്യമായെങ്കിൽ അരുൺ എന്ത് ചെയ്യും? ആ മരുന്നിനെ കുറിച്ച് അല്ലെ ആ ഡോക്ടറിനെ കുറിച്ച് നാട്ടുകാരോട് എല്ലാവരോടും പോയി പറയും, ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിൽ. മനസ്സിലായോ? സോ ദിസ് ക്യാൻ ഓൾസോ ബി എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. ഈ ഒരു വീഡിയോ ഇപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇതിൽ എന്താണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്? ഒരു വ്യക്തി എന്തൊക്കെയോ വിവരമില്ലായ്മ പറയുന്നു, അതിനെ പോയിന്റ് എടുത്തു വെച്ചിട്ട് എന്താണ് ഇയാൾ പറയുന്നത്, എന്തുകൊണ്ട് ഇത് ശരിയല്ല, ഇത് എന്തുകൊണ്ട് തെറ്റാണ്, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വളരെ വ്യക്തതയോടുകൂടിയാണ് ഇവിടെ എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഇതുപോലും സഹിക്കാൻ വയ്യെങ്കിൽ ഇയാളൊക്കെ എന്ത് മോട്ടിവേഷണൽ സ്പീക്കറും എന്ത് കൗൺസിലറുമാണ് എന്നുള്ള കാര്യമാണ് എനിക്കറിയാത്തത്.